ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്നത്തെ വചനം 1 പത്രോസ് 4 അധ്യായം അതിൻ്റെ 19 വാക്യം. അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായിരിക്കുന്ന സൃഷ്ടാവിങ്കൽ ഫലമേൽപ്പിക്കട്ടെ. ഒരിക്കൽ കൂടെ വായിക്കാം. അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായിരിക്കുന്ന സൃഷ്ടാവിങ്കൽ ഫലമേൽപ്പിക്കട്ടെ. അപ്പോൾ ഈ അപ്പോസ്തലന്മാരെല്ലാം ഈ ലേഖനങ്ങൾ എഴുതുമ്പോൾ അതെല്ലാം ക്രിസ്തുവിൽ അനുഭവിച്ചറിഞ്ഞ, അല്ലെങ്കിൽ ക്രിസ്തു ഈ ഭൂമിയിൽ ഐഹിക കാലത്ത് ജീവിച്ചിരുന്നപ്പോൾ താൻ തൻ്റെ ജഡത്തിൽ അനുഭവിച്ച കഷ്ടങ്ങളും താൻ അനുഭവിച്ച ഓരോ അനുഭവങ്ങളുടെയും ബാക്കിയായിട്ടാണ് ഈ ലേഖനങ്ങളിൽ കൂടെ നമുക്കത് വെളിപ്പെടുത്തി തരുന്നത്. പരിശുദ്ധാത്മാവ് കർത്താവ് അനുഭവിച്ച കഷ്ടങ്ങൾ, കർത്താവ് അനുഭവിച്ച ഓരോ വേദനകൾ, ഇതെല്ലാം പരിശുദ്ധാത്മാവ് നമുക്കെന്താണ് വെളിപ്പെടുത്തി തരുന്നതാണ് ഈ ലേഖനത്തിൻ്റെ മർമ്മങ്ങൾ. പിന്നെ ക്രിസ്തു മർമ്മങ്ങൾ, അവൻ ദൈവമായിരുന്നു, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഇറങ്ങി വന്നു. പിന്നെന്താണ് വാഴ്ചകളെ, അധികാരങ്ങളെ, സർവായുധ വർഗം വെച്ചാൽ യേശുക്രിസ്തുവിന്റെ പൂർണ്ണത മുഴുവനും അവൻ അനുഭവിച്ച കഷ്ടങ്ങളും വേദനകളും എല്ലാം നമുക്ക് യഥാർത്ഥത്തിൽ വെളിപ്പാടായിട്ട് തരുന്ന ഈ ലേഖനങ്ങളാണ്. അപ്പോൾ ഇവിടെ പത്രോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുകയാണ്, നമ്മൾ ഈ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കും തോറും ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സുവിശേഷത്തിന് വേണ്ടി, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മളിൽ ഒരാൾ കഷ്ടം സഹിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിന് പ്രസാദകരമാണെന്നും, അങ്ങനെ കഷ്ടം സഹിക്കുന്നവർ എന്ത് ചെയ്യണമെന്നറിയാമോ? ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ, കഷ്ടങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം സുവിശേഷം അറിയിക്കുന്ന ഒരാളെ സുവിശേഷത്തിൻ്റെ പേരിൽ ജയിലിലിട്ടു, സുവിശേഷത്തിൻ്റെ പേരിൽ ഒരാൾ നമ്മളെ തല്ലി, സുവിശേഷത്തിൻ്റെ പേരിൽ നമുക്ക് അർഹത ഉണ്ടായിരുന്ന സ്വത്തുകൾ കുടുംബത്തിൽ നിന്ന് കിട്ടാതെ വന്നു, സുവിശേഷത്തിൻ്റെ പേരിൽ ഭാര്യ ഭർത്താവിനോടോ ഭർത്താവ് ഭാര്യയോടോ പ്രശ്നം ഉണ്ടാക്കി. കാരണം ഒരാൾ മാത്രം വിശ്വാസമുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. പക്ഷേ ഇങ്ങനെയുള്ള ഇത് എണ്ണമില്ലാത്ത പ്രശ്നങ്ങളുണ്ട്. സുവിശേഷത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വരുമ്പോൾ, യേശുക്രിസ്തുവിലേക്ക് ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് കടന്നു വരുമ്പോൾ നിരവധിയായിരിക്കുന്ന പ്രശ്നങ്ങൾ അവൻ്റെ ചുറ്റും കൂടുകയാണ്. ചിലരെന്താണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് പുറത്താക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഉറ്റ സ്നേഹിതന്മാർ പോലും നമ്മളെ കാണുമ്പോൾ മുഖം തിരിച്ച് കളയുന്നു, അല്ലെങ്കിൽ നമ്മളെ പലരും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം സംഭവിക്കുമ്പോൾ അത് സുവിശേഷത്തിൻ്റെ വ്യാപ്തി, യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ടായിരിക്കാലും അവൻ്റെ സാക്ഷ്യത്തിന് വേണ്ടിയിട്ടായിരിക്കാലും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നമ്മൾ ആരോടും എതിരിടാൻ പോകില്ല, പിറുപിറുക്കരുത്. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മുടെ പ്രാണനെ ഇവിടെ പറഞ്ഞ് വിശ്വസ്തനായിരിക്കുന്ന സൃഷ്ടാവിൻ്റെ കരങ്ങളിൽ, അല്ലെങ്കിൽ പിതാവിൻ്റെ കരങ്ങളിൽ ഫലമേൽപ്പിച്ച് ശാന്തമായിട്ടിരിക്കണം എന്നാണ് പത്രോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുന്നത്. ഇതിൻ്റെ 13 വാക്യം 4:13 പറയുന്നു, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുന്തോറും സന്തോഷിച്ചു കൊള്ളുവിൻ, അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൽ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. അപ്പോൾ നോക്ക് പറയാം, സുവിശേഷപ്രകാരം നമ്മൾ കഷ്ടം സഹിക്കുമ്പോൾ നമ്മുടെ തേജസ്സിലുള്ള നമ്മുടെ പ്രതിഫലം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അനേക ഉപദേശിമാരുണ്ടല്ലോ, നമ്മുടെ കഷ്ടങ്ങൾ മാറ്റാൻ വേണ്ടി സംസാരിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് വീണു പോവുകയാണ്. പാടില്ല. യേശുക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിച്ചെങ്കിൽ മാത്രമേ, ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് കഷ്ടം സഹിച്ചെങ്കിൽ മാത്രമേ നമ്മൾ അവനോട് കൂടെ വാഴത്തുള്ളൂ. അപ്പോൾ സുവിശേഷം മുഖാന്തരം, അല്ലെങ്കിൽ സുവിശേഷം എന്ന് പറഞ്ഞാൽ തെരുവോരങ്ങളിൽ പോയിട്ട് കർത്താവിനെ പ്രസംഗിക്കുന്നത് മാത്രമേ. യേശുക്രിസ്തുവിന് വേണ്ടി നാം എന്ത് കഷ്ടം സഹിച്ചാലും അതിന് നമ്മുടെ ആ പ്രവൃത്തികൾക്ക് വിരുദ്ധമായിട്ട് ഈ ലോകം മുഴുവൻ എഴുന്നേറ്റ് വന്നാലും നമ്മുടെ പ്രാണനെ, ഇപ്പോൾ ഒരുത്തൻ നമ്മളെ കൊല്ലാൻ വരുമ്പോഴും നമുക്കറിയാം സ്റ്റെയിൻസിനെയൊക്കെ അവർ തീക്കകത്ത് ചുട്ടുകൊന്നു. അപ്പോൾ ആ സമയം ആത്മാവ് എവിടെയാണെന്നറിയാമോ ആശ്രയത്വം കണ്ടത്? പിതാവായ ദൈവത്തിലാണ്. അവിടെ സുരക്ഷിതമാണ്. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുകയാണ്. ഈ വചനം പത്രോസ് ഒരുപക്ഷെ ഇത് കണ്ടുകൊണ്ടായിരിക്കും എഴുതിയത്. താൻ ആ ക്രൂശീകരണം കണ്ടതാണല്ലോ. യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 23 അധ്യായത്തിൻ്റെ 44 വാക്യം തൊട്ട് ഞാൻ വായിക്കാം. ഏകദേശം 6 മണി നേരമായപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയിട്ട് 9 മണി വരെ ദേശത്തൊക്കെയും അന്ധകാരമുണ്ടായി. ദൈവമന്ദിരത്തിലെ തിരിശില നടുവേ ചീന്തിപ്പോയി. യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് തൻ്റെ പ്രാണനെ വിട്ടു. നോക്ക് പ്രിയരെ, അപ്പോൾ ഈ പത്രോസ് അപ്പോസ്തലൻ നമുക്ക് ഈ ഒരു വചനം നൽകി തരുമ്പോൾ, അതായത് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായിരിക്കുന്ന സൃഷ്ടാവിങ്കൽ ഫലമേൽപ്പിക്കട്ടെ എന്ന് പറയുമ്പോഴേ ആ ക്രൂശിൽ കർത്താവ് കാണിച്ച മാതൃകയെ ഓർത്തുകൊണ്ടും കൂടിയാണ് ഇത് എഴുതുന്നത്. പരിശുദ്ധാത്മാവ് കൊടുത്ത മർമ്മം മാത്രമല്ല, തൻ്റെ ഒരു അനുഭവം കൂടിയാണ് ചേർത്തെഴുതുന്നത്. കാരണം യേശുക്രിസ്തു ക്രൂശിൽ സകലവിധമായിരിക്കുന്ന കഷ്ടമേറ്റ് മരിക്കുമ്പോഴേ അത് ദൈവേഷ്ടപ്രകാരമാണ് കർത്താവ് കഷ്ടം സഹിക്കുന്നത്. നമ്മുടെ പാപങ്ങളെ ചുമന്നൊഴിക്കേണ്ടത് നമ്മളോടുള്ള സ്നേഹമായതുകൊണ്ടും ലോകസ്ഥാപനത്തിന് മുമ്പ് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം തൻ്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തു ക്രൂശിൽ കഷ്ടമേറ്റ് മരിക്കണം
എന്നുള്ളതായിരുന്നതുകൊണ്ടും ആ പിതാവിൻ്റെ ഇഷ്ടത്തിന് സമ്പൂർണ്ണമായിട്ട് അവൻ താഴ്ത്തിക്കൊടുത്തു. ഗസ്തമനെ വെച്ച് അവൻ പ്രാർത്ഥിച്ചു, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നീക്കിക്കളയണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ശരീരത്തെ ഈ യാഗത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. അതെന്താണ്? പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം തൻ്റെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുത്തത് വഴി ആ ക്രൂശിൽ മരണസമയത്ത് തൻ്റെ ആത്മാവിനെ ആ പിതാവിൻ്റെ കരങ്ങളിലേക്ക് തന്നെ ഫലമേൽപ്പിക്കുകയാണ്. അവിടെ ഇത് സുരക്ഷിതമായിരുന്നു. അതിൻ്റെ തെളിവ് എന്താണ്? അവൻ മരിച്ചിട്ട് അവൻ അടക്കപ്പെട്ടു. എന്നാൽ ഇതാ നമ്മുടെ അപ്പോസ്തല പ്രവൃത്തി കാലത്ത് ഇങ്ങനൊരു വചനമുണ്ട്, ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പോൾ തൻ്റെ പ്രാണനെ വിശ്വസ്തനായിരിക്കുന്ന പിതാവിൻ്റെ കരങ്ങളിൽ ഫലമേൽപ്പിച്ചത് വഴി ആ പിതാവ് എന്ത് ചെയ്തു? അവനെ അടക്കപ്പെട്ടെങ്കിലും 3-ാം ദിവസം അവനെ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. നോക്ക് പ്രിയരെ, നമ്മളൊരു പക്ഷേ ഇങ്ങനൊരു രക്തസാക്ഷിത്വത്തിലേക്കും പോകുന്നില്ലായിരിക്കാം. പക്ഷേ ഓരോ ദിവസവും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർക്ക് സുവിശേഷ നിമിത്തം അനവധിയായിരിക്കുന്ന പ്രശ്നങ്ങൾ കൂടിയാണ് കടന്നു പോകുന്നത്. അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എന്താണ്? നിരന്തരമായിരിക്കുന്ന പീഡാനുഭവങ്ങൾ ഉണ്ടാകേണ്ടത് വീട്ടിലും നാട്ടിലും എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഈ സമയത്ത് എന്താണല്ലോ, നമ്മൾ അതിനോട് എതിരിടുവാനോ അതിൽ നിരാശപ്പെടുവാനോ അതിൽ വേദനിക്കുവാനോ ദുഃഖിക്കുവാനോ അല്ല പോകേണ്ടത്. പിന്നെ എന്താണ്? ആ വിഷയം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മുടെ ഈ പ്രശ്നം എന്താണെന്ന് അറിയാമോ? വിശ്വസ്തനായിരിക്കുന്ന പിതാവിൻ്റെ കരങ്ങളോട്ട് ഏൽപ്പിക്കുക. കർത്താവേ, ഇത് അവിടെ ഇരിക്കുന്നു, നിനക്കെല്ലാം അറിയാം, നീ തന്നെ കാര്യങ്ങളെ ക്രമീകരിച്ചു തരണം, എൻ്റെ ഈ പ്രശ്നം കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോഴെന്താണെന്നറിയാം, നമ്മുടെ നിലവുകളെ അവൻ കാക്കും, നമുക്ക് വലിയൊരു സമാധാനം ഉണ്ടാകും. നമ്മുടെ ഭാരങ്ങളും നമ്മുടെ വേദനകളും നമ്മുടെ സുവിശേഷ നിമിത്തമുള്ള എല്ലാ കഷ്ടങ്ങളിൽ നിന്നും ഉളവാകുന്ന ആകുലതകളും എല്ലാം നമ്മൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിച്ച് കഴിയുമ്പോൾ നമുക്കൊരു വചനമില്ലയോ, അവൻ സാക്ഷാൽ നമ്മുടെ ഭാരങ്ങളെ ചുമന്നൊരു വചനമുണ്ട്. എന്ന് മാത്രമല്ല, ലേഖനത്തിനകത്തേക്ക് വരുമ്പോൾ മറ്റൊരു വചനം കൂടി ഉണ്ട്. എന്താണെന്ന് അറിയാം? നിങ്ങൾ ചിന്താകുലമില്ലാതെ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ചിന്താകുലങ്ങളെല്ലാം അവൻ്റെ മേലിട്ടുകൊള്ളുക, അവനത് നിവർത്തിക്കും. അപ്പോൾ നോക്ക് പ്രിയരെ, ചിന്താകുലമില്ലാത്തവരായിട്ട് സുവിശേഷ നിമിത്തം നമ്മൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾക്കെല്ലാം ഉത്തരവാദി ദൈവമാണ്. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ആ പ്രശ്നങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ട് നമ്മളെ നാളെ ജയിലിൽ കൊണ്ടുപോകുന്നു. അപ്പോഴത്തന്നെ ആ ജയിലിൽ നമ്മൾ ആ അവസ്ഥയിൽ നമ്മൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ അങ്ങ് സമ്പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്താൽ മതി. അവിടെ നമുക്ക് ദിവ്യമായിരിക്കുന്ന ഒരു സമാധാനം നമ്മുടെ ഹൃദയത്തിൽ നിറയും. ഒരുവൻ തെരുവോരങ്ങളിൽ വെച്ച് നമ്മളെ തല്ലുന്നു, അല്ലെങ്കിൽ എന്താണ് അസാധാരണമായിരിക്കും ചീത്ത വിളിക്കുന്നു പരസ്യമായിട്ട്, സുവിശേഷ നിമിത്തമാണ്. അപ്പോഴെന്താണ്? ആ അപമാനം നമ്മൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ ചെയ്തത്. കാരണം നമ്മളോട് ഇവർക്ക് ആർക്കും ദേഷ്യമില്ല. ഇവർ ചീത്ത വിളിക്കുന്നത്, ഇവർ പ്രശ്നമുണ്ടാക്കുന്നത് നമ്മൾ വസിക്കുന്ന ക്രിസ്തുവിനോടാണ്. അപ്പോൾ സുവിശേഷം നിമിത്തം ആരെങ്കിലും നമ്മളെ കഷ്ടപ്പെടുന്നെങ്കിൽ അവൻ നമ്മളെയല്ല, പിന്നെ എന്താണ്, നമ്മൾ ഏത് നാമം നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നുവോ ആ നാമത്തോടാണ് അവന് എന്താണ് വിരോധം. അല്ലാതെ നമ്മൾ വ്യക്തിപരമായിട്ട് ഈ ലോകത്തിൽ ആർക്കും നമ്മളോട് പരാതിയില്ല, നമ്മളോട് ആർക്കും ദേഷ്യവുമില്ല. പ്രിയരെ, നമ്മൾ യേശുക്രിസ്തുവിനെ ധരിച്ചത് കൊണ്ടാണ് ലോകം നമ്മളെ വെറുക്കുന്നത്. അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന എല്ലാ കഷ്ടങ്ങളും നമ്മൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അങ്ങ് ഫലമേൽപ്പിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്കൊരു സമാധാനമുണ്ട്. പക്ഷേ എന്താണ്, ആ വിഷയത്തിൽ നമ്മൾ അപമാനിക്കപ്പെട്ടാലും ശരി, നമ്മളെന്താണ് ആ അപമാനത്തിൽ നമ്മൾ ഉയർത്തെഴുന്നേക്കുന്ന ഒരു ദിവസമുണ്ട്, ഭൂമിയിൽ വെച്ച് തന്നെയുണ്ട്. ഇനി മരിച്ചതിന് ശേഷമാണോ? അന്നും ദൈവം എന്താണ്, അതിൻ്റെ നീതി നമുക്ക് പരസ്യമായിട്ട് തരുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ശരീരത്തിലിരിക്കുമ്പോൾ നന്മ ചെയ്തെങ്കിലും തിന്മ ചെയ്യെങ്കിലും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. രണ്ടിനും പ്രതിഫലം തരുന്ന ഒരു ദിവസമുണ്ട്. അപ്പോഴെന്താണ്, സുവിശേഷകന്മാർ അല്ലെങ്കിൽ കർത്താവിനെ സ്നേഹിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു, ഒന്നിലും അധൈര്യപ്പെടില്ല. ഏത് വിഷയം വന്നാലും നമ്മുടെ ആ പ്രശ്നം പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിച്ച് ശാന്തമായിട്ടിരിക്കുക. അവനത് നിവർത്തിക്കും, അവനതിന് പരിഹാരം കണ്ടെത്തിക്കൊള്ളും. അവൻ നമ്മുടെ നിലവുകളെ കാത്തുകൊണ്ട് സമാധാനത്തിൽ കൂടെ നമ്മളെ നടത്തുമാറാകും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. താങ്ക് യു.